ഖബറിന് മുകളിൽ വെക്കുന്ന മൈലാഞ്ചി ചെടിക്ക് അല്പം വെള്ളമൊഴിക്കാൻ ആരെത്തുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? ഒരു നാൾ നമ്മൾ ഈ ലോകത്തില്ലാത്തവരായിരിക്കും. ഇന്ന് നമ്മളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ, നമ്മളോട് സംസാരിക്കുന്നവര്, നമ്മളെ തേടി വിളിക്കുന്നവര്, നമ്മളെക്കുറിച്ച് ആശങ്കപ്പെടുന്നവര്, അവർക്കെല്ലാം ഒരു നാൾ അവനുണ്ടായിരുന്നു അല്ലെങ്കിൽ അവൾ ഉണ്ടായിരുന്നു എന്ന ഓർമ്മ മാത്രം ബാക്കിയാകും. ഇന്ന് നമ്മൾ ജീവിക്കുന്നു, പക്ഷെ എത്രത്തോളം ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, എത്രത്തോളം മരണത്തെ ഓർക്കുന്നു? നമ്മൾ ഓരോ ദിവസവും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നു, പുതിയ സ്വപ്നങ്ങൾ പണിയുന്നു, പുതിയ ആളുകളെ കാണുന്നു, പുതിയ പദ്ധതികൾ ഒരുക്കുന്നു. പക്ഷെ ഒരു നിമിഷം പോലും നിൽക്കാതെ നമ്മൾ മറക്കുന്നൊരു സത്യമുണ്ട്: ഒരു നാൾ നമ്മളെല്ലാം ഈ മണ്ണിന് കീഴിലാകുമെന്ന്. ആ ദിവസം നമ്മളെ സ്നേഹിച്ചവരും കരയും, ദുആ ചെയ്യും, ഓർമ്മകളിൽ നമ്മളെ തേടും. പക്ഷെ കാലം കടന്നു പോകുമ്പോൾ അവർക്കും അവരുടെ ജീവിതം ഉണ്ടാകും, അവർ മുന്നോട്ടേ പോകും. നമ്മൾ മാത്രം ഒരു ചെറു ഖബറിനുള്ളിൽ നമ്മളെ അമലുകളോടൊപ്പം ഒറ്റയ്ക്കായിരിക്കും. അവിടെ നമ്മളോടൊപ്പം വരിക നമ്മുടെ പണമൊന്നുമല്ല, നമ്മുടെ സൗന്ദര്യമല്ല. നമ്മോടൊപ്പം വരുന്നത് നമ്മുടെ അമല് മാത്രമാണ്. നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ, നമ്മൾ പറഞ്ഞ നല്ല വാക്കുകൾ, നമ്മൾ ആരെയും കാണിക്കാതെ ചെയ്ത സ്വതക്ക, നമ്മൾ ആരുടെയോ ഹൃദയം വേദനിപ്പിക്കാതെ നിന്ന നിമിഷങ്ങൾ, നമ്മൾ രാത്രിയിൽ കരഞ്ഞുകൊണ്ട് പറഞ്ഞ തൗബ, അവ മാത്രം. ഇന്ന് നമ്മൾ എത്ര പേരുടെ മനസ്സ് വേദനിപ്പിച്ചിരിക്കാം, എത്ര പേരെ കരയിച്ചിരിക്കാം, എത്ര തവണ തെറ്റ് ചെയ്തിട്ടും ഇനിയും സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ചിരിക്കാം. പക്ഷെ മരണത്തിന് മുമ്പ് ആരും നോട്ടിഫിക്കേഷൻ അയക്കില്ല. നാളെ മാറാം, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞ് ശരിയാക്കാം, ഇനിയും സമയമുണ്ടല്ലോ, വയസ്സായാൽ ദീനിലേക്ക് വരാം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എത്ര പേർ ഇതിനകം പോയി. ഇന്നലെ വരെ നമ്മളോടൊപ്പം ചിരിച്ചവർ ഇന്ന് മണ്ണിനടിയിലാണ്. അപ്പൊ നമ്മുടെ സമയം എപ്പോഴാണ് നമുക്ക് എങ്ങനെ അറിയാം? അതുകൊണ്ടാണ് ഇപ്പോഴേ ഹൃദയം തിരിച്ചു കൊണ്ടുവരേണ്ടത്. കാരണം ഖബറിൽ കിടക്കുമ്പോൾ അവിടെ വേണ്ടത് റഹ്മത്താണ്, മഗ്ഫിറത്താണ്, അള്ളാഹുവിൻ്റെ കരുണയാണ്. അതുകൊണ്ട് ഇന്നും നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരാൾക്ക് മാപ്പ് കൊടുക്കാം, ഒരാളുടെ മാപ്പ് ചോദിക്കാം, പറ്റുന്ന സദക്ക കൊടുക്കാം. കാരണം ചിലപ്പോൾ ചെറിയൊരു നന്മ തന്നെയാകും ഖബറിൽ നമ്മൾക്ക് വെളിച്ചമാകുന്നത്. ഒരു നാൾ നമ്മുടെ ഖബറിന് മുകളിൽ ഒരു മൈലാഞ്ചി ചെടി വെക്കപ്പെട്ടേക്കാം. പക്ഷെ അതിനൊരു തുള്ളി വെള്ളമൊഴിക്കാൻ ആര് വരും? ആരും വരാതിരിക്കാം. പക്ഷെ നമ്മൾ ഇന്ന് ചെയ്ത നല്ല അമലുകൾ അവിടെ നമ്മളെ ഒരിക്കലും ഒറ്റപ്പെടുത്തില്ല. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മണ്ണിന് കീഴിലെ ജീവിതത്തിനായി ഒന്ന് തയ്യാറാകാം.